ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ യുബാൾഡോ ഇറ്റലിയിലെ ഗുബിയോ പട്ടണത്തിൽ ജനിച്ചു വളർന്ന ഒരു വലിയ വിശുദ്ധൻ. 1100 ജനിച്ച് 1160 നിത്യതയിലേക്ക് യാത്രയായ വലിയ പുണ്യവാൻ. ഗുബിയോയിലെ മെത്രാനായിട്ട് തന്നെ അദ്ദേഹം 31 വർഷങ്ങൾ പുണ്യജീവിതം നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജർമ്മൻ വംശജരായിരുന്നു. വളരെ കുലീനവും സമ്പന്നവുമായ പ്രശസ്തമായൊരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് ചരിത്രം. പക്ഷേ മാതാപിതാക്കളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരണമടഞ്ഞിരുന്നു. പിന്നെ അമ്മാവനാണ് അദ്ദേഹത്തെ വളർത്തിയത്. ഗുബിയോ പലതുകൊണ്ടും പ്രശസ്തമായ ഒരു നാടാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിന് മുമ്പ് തന്നെ ഗുബിയോ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. 11-ാം നൂറ്റാണ്ട് മധ്യകാലഘട്ടങ്ങളിലേക്ക് വന്ന് 11-12 നൂറ്റാണ്ടുകളിലൊക്കെ എത്തിയപ്പോൾ ഇതൊരു വലിയ ശക്തി കേന്ദ്രമായിട്ട് തന്നെ മാറി. കുരിശ് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് 1000 യോദ്ധാക്കളെ ഗുബിയോയിൽ നിന്ന് പട്ടാളക്കാരായിട്ട് അയച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. വിശുദ്ധ നാടുകൾ പിടിച്ചടക്കുന്നതിന് അവർ വലിയ പങ്ക് വഹിച്ചു. പ്രത്യേകിച്ചും ഈശോയുടെ ഖബറിടവും മറ്റുമൊക്കെ തിരികെ പിടിക്കുന്നതിന് ഗുബിയോയിൽ നിന്ന് എത്തിയ യോദ്ധാക്കൾ വലിയ പങ്ക് വഹിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു വലിയ ശക്തി കേന്ദ്രമായിട്ട് മാറിയിരുന്ന വലിയ പാരമ്പര്യവും പ്രൗഢിയുമുള്ള ഒരു പ്രദേശമായിരുന്നു ഗുബിയോ. എന്ന് മാത്രമല്ല, ഈ ഗുബിയോ പിന്നീട് അങ്ങോട്ട് ഒരു 12-13 നൂറ്റാണ്ടുകളിലേക്ക് പ്രവേശിക്കുമ്പം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസുമായിട്ട് അതിന് വലിയൊരു ബന്ധമുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിത കാലഘട്ടം 1181 മുതൽ 1226 വരെയാണ്. അതായത് 12-13 നൂറ്റാണ്ടുകളെന്ന് പറയാം. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ പുതിയൊരു വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ലോകപ്രസിദ്ധനായ പുണ്യവാൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തു എന്നാണ് പറയുക ഗുബിയോയിൽ. അതൊരു നല്ല വിശ്വസനീയമായ ഒരു പാരമ്പര്യമായിട്ട് ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഗുബിയോയിലൊരു വിരുതൻ ചെന്നായ ഉണ്ടായിരുന്നു. ഗുബിയോയിലേക്ക് എങ്ങനെയോ എവിടുന്നോ കാട്ടിൽ നിന്ന് കയറി വന്ന ഈ ചെന്നായ ആ നാട് മുഴുവനും വിറപ്പിച്ചുകൊണ്ട് മൃഗങ്ങളെ കശാപ്പ് ചെയ്തും മനുഷ്യനെ ഉപദ്രവിച്ചും അങ്ങനെ ആ നാട്ടിലങ്ങനെ ക്രൂരതയുടെ ഒരു പര്യായമായിട്ട് മാറി. ജനങ്ങളെല്ലാം വലിയ ഭീതിയിലായി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അസീസിയിലെ പുണ്യവാൻ ഈ വിശേഷം അറിയുന്നത്. അസീസിയിലെ വിശുദ്ധൻ അവിടെ എത്തി. വിനയത്തിൻ്റെ ശാന്തതയുടെയൊക്കെ ആൾരൂപമായ അസീസിയിലെ പുണ്യവാൻ അവിടെ എത്തിയിട്ട് ഈ ക്രൂരനായ ചെന്നായോട് പറഞ്ഞത്രേ, എന്തിനാണ് നീ പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിക്കുന്നത്? നിനക്ക് ആഹാരത്തിന് വേണ്ടിയാണെങ്കിൽ ആഹാരത്തിനുള്ളത് നിനക്ക് തന്നുകൊള്ളും ഈ ആളുകൾ. നീ ഇനിമേലിൽ ആരെയും ഉപദ്രവിക്കരുത്. സഹോദര ചെന്നായെ, നീ ഇനി ആരെയും ഉപദ്രവിക്കരുത്. ഈ വാക്കുകൾ, ഈ പ്രകൃതിയെ മുഴുവനും സഹോദരങ്ങളായി കരുതിയ അസീസിലെ പുണ്യവാൻ്റെ വാക്കുകൾ ചെന്നായ അനുസരിച്ചു. ഒരാട്ടിൻകുട്ടിയെപ്പോലെ പിന്നെ അവനവിടെ ജീവിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഭീകരസത്വമായിരുന്ന ചെന്നായ ശാന്തനായ ആട്ടിൻകുട്ടിയായി മാറി. അങ്ങനെ ഗുബിയോ അറിയപ്പെടുന്നുണ്ട് അത്തരത്തിൽ പിന്നീട് അങ്ങോട്ട്. പുണ്യവാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കത്തീഡ്രലിൽ കത്തീഡ്രലുമായിട്ട് ബന്ധപ്പെട്ട തൻ്റെ പഠനങ്ങളൊക്കെ മുമ്പോട്ട് നീങ്ങി കത്തീഡ്രൽ സ്കൂളിൽ പഠിച്ചു. പിന്നീട് പുരോഹിതനായിട്ട് അഭിഷിക്തനായി കത്തീഡ്രൽ പള്ളിയിൽ തന്നെ ഡീനായിട്ട് അദ്ദേഹം നിയമിതനായി. അവിടെ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. യുബാൾഡോ പ്രത്യേകമായ വിധം ചില പരിഷ്കാരങ്ങളൊക്കെ അവിടെ വരുത്തി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സംസാരവും ആ ചുറ്റുപാട്ടങ്ങളെ മുഴുവനും നവീകരിച്ചെടുത്തു. അവിടെ ഉണ്ടായിരുന്ന വൈദികരുടെയും ഒപ്പം അവിടെയുള്ള ജനങ്ങളുടെയും ഒക്കെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ പതിഞ്ഞു. അത്രമാത്രം വിനീതനും വിശ്വസ്തനും വിശുദ്ധിയുള്ളവനുമായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു. ആ നാളുകളിലാണ് കത്തീഡ്രലിൽ ഒരു പ്രത്യേക തീപിടുത്തം ഉണ്ടാകുന്നത്. അത് കത്തി നശിക്കുന്നതിനൊക്കെ ഇടയാകുന്നുണ്ട്. അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ആ സമയത്ത് ഗുബിയോയ്ക്ക് ഒരു മെത്രാനെ ആവശ്യമായിട്ട് വന്നു.
യുബാൾഡോയെ തന്നെയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത്. മാർപ്പാപ്പയുടെ മുമ്പിൽ ഈ അഭ്യർത്ഥനകൾ എത്തുമ്പോൾ മാർപ്പാപ്പ നിറഞ്ഞ മനസ്സോടുകൂടി അത് അനുഗ്രഹിച്ച് അദ്ദേഹത്തെ മെത്രാനായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യുബാൾഡോ അതിനെ സ്നേഹപൂർവ്വം നിരസിച്ചു. താൻ ആഗ്രഹിക്കുന്നത് വിനീതനായ ഒരു സന്യാസിയായി ജീവിക്കാനാണെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട്. പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ആദ്യമൊക്കെ അത് സമ്മതിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ ഗുബിയോയുടെ മെത്രാനായിട്ട് നിയമിതനായി. ഗുബിയോയിലെ മെത്രാൻ ശാന്തതയുടെ പര്യായമായിരുന്നു. 31 വർഷങ്ങൾ ശാന്തതയുടെ പര്യായമായിട്ട് ഈ മനുഷ്യൻ ജീവിച്ചു. 31 വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിൽ ദൈവം അത്ഭുതകരമായ വിധം ഇടപെട്ടു. 1126 അദ്ദേഹം മെത്രാനായിട്ട് നിയമിതനാകുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യാത്രാ വഴികളിൽ അസാധാരണമായ ദൈവിക ഇടപെടലുകളും അസാധാരണമായ ക്ഷമയുടെയും ശാന്തതയുടെയും അനുഭവങ്ങളും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ശാന്തതയുടെ പര്യായമായിരുന്നു ഗുബിയോയിലെ മെത്രാൻ അല്ലെങ്കിൽ യുബാൾഡോ. യുബാൾഡോ പിതാവിന് മനോഹരമായൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അടുത്തുള്ള കുറച്ച് പണിക്കാർ ആരുടെയും അനുവാദം കൂടാതെ അവിടെ കയറി വന്നിട്ട് മുന്തിരിത്തോട്ടം നശിപ്പിക്കാനിടയായി. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ഈ ആളുകളെ കണ്ടപ്പോൾ മെത്രാൻ അവിടെ ഇറങ്ങിച്ചെന്നിട്ട് അവരോട് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് തിരുത്താൻ ശ്രമിച്ചപ്പോൾ അവരിലൊരാൾ ഈ പിതാവിനെ ആളറിയാതെ തന്നെ കയ്യേറ്റം ചെയ്തു അദ്ദേഹത്തെ ഒരു ചെളിക്കുഴിയിലേക്ക് തള്ളിയിട്ടു. അദ്ദേഹം ഒട്ടും കോപിച്ചില്ല. ശാന്തനായി തന്നെ തൻ്റെ വസ്ത്രങ്ങളൊക്കെ മാലിന്യങ്ങളൊക്കെ മാറ്റി കയറി വന്നപ്പോഴേക്കും ആളുകൾ ഇടപെട്ടിരുന്നു. ആളുകൾ ഈ പറയുന്ന വ്യക്തിയെ ഉപദ്രവിച്ച വ്യക്തിയെ കൈകാര്യം ചെയ്യുകയും അവനെ വിസ്തരിക്കുകയും ചെയ്യുന്നൊരു വേളയിൽ മെത്രാൻ അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം കടന്നു വന്നിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിയെ സ്നേഹത്തോടെ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച ഒരു സംഭവം ജനങ്ങളുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന സംഭവം. അദ്ദേഹത്തിൻ്റെ അനിതരസാധാരണമായ ശാന്തത അത് വലിയ അത്ഭുതകരമായ ഫലങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ മേഖലയിൽ ഉളവാക്കി. 1160 വലിയ ആഴ്ചയായപ്പോഴേക്കും അദ്ദേഹം രോഗാവസ്ഥയിലെത്തി. അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചു. വലിയ ആഴ്ചയിൽ പീഡാനുഭവത്തിൻ്റെ വഴികളിലൂടെ അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് യാത്ര ചെയ്തു. പീഡാനുഭവ ശുശ്രൂഷകളിൽ അദ്ദേഹം സാധിക്കുന്ന വിധമൊക്കെ പങ്കെടുത്തു. പക്ഷേ വലിയ കഠിനമായ വേദനകളും സഹനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 1160 തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. ഉയർപ്പ് കഴിഞ്ഞ് പെന്തക്കുസ്ത നാൾ ആകുമ്പോഴേക്കും അദ്ദേഹം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പെന്തക്കുസ്ത തിരുനാളിൽ നിത്യസമ്മാനത്തിനായിട്ട് പുണ്യവാനായ യുബാൾഡോ മെത്രാൻ യാത്രയായി. 1192 അദ്ദേഹത്തിൻ്റെ കല്ലറ തുറന്നപ്പോൾ അഴുകാതെ ശോഭയോടെ ഇരിക്കുന്ന ശരീരമാണ് കണ്ടത്. അഴുകാത്ത ശോഭയുള്ള ശരീരം ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി മരണശേഷവും നിലനിൽക്കുന്നതായിട്ട് തന്നെ അവരനുഭവിച്ചറിഞ്ഞു. പിന്നീട് വർഷങ്ങൾ പിന്നിട്ടു. ധാരാളം ആളുകൾ ഈ പുണ്യവാൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ മനുഷ്യരൊക്കെ ആ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. പുണ്യവാൻ്റെ കല്ലറ പലപ്പോഴും തുറക്കുകയും അപ്പോഴൊക്കെ അത് അഴുകാതിരിക്കുന്നതും കാണുകയുമുണ്ടായി. അങ്ങനെ അഴുകാത്ത ശരീരത്തോടുകൂടി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധിക്ക് ഒരു അടയാളം കൊടുക്കുന്നതിന് ദൈവം തിരുമനസ്സായി. മോൻതെ ഇൻഗിനോ ചാപ്പലിൽ 1960 വീണ്ടും ആ ശരീരം എടുത്ത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ കേടുപാടുകൾ വന്നിരുന്നെങ്കിലും ആ ശരീരം അപ്പോഴും അഴുകാതൊക്കെ തന്നെ ആയിരുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷവും പൂർണ്ണമായും അത് അഴുകാത്ത രീതിയിൽ, കുറച്ചൊക്കെ ഉണങ്ങി വരേണ്ട അവസ്ഥയിലാണെങ്കിൽ പോലും അഴുകാത്ത രീതിയിൽ അത് കാണപ്പെട്ടു. ഇന്നും ആ ശരീരം അഴുകാതെ തന്നെ ഇരിക്കുന്ന ശരീരമാണ്. പുണ്യവാനായ യുബാൾഡോയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ അനിതരസാധാരണമായ ശാന്തതയും ക്ഷമയുമൊക്കെ പുതിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെയും മേലധ്യക്ഷ സ്ഥാനത്തിൻ്റെയും ഒക്കെ മഹത്തായ ധർമ്മങ്ങൾ വലിയ ശാന്തതയോടുകൂടി നിർവഹിച്ച യുബാൾഡോ പുണ്യവാൻ നമ്മുടെയൊക്കെ മനസ്സിൽ പുതിയ ഒരു അധ്യായം കോറിയിടും. ഈ പുണ്യജീവിതത്തെ നോക്കിക്കാണാനും പഠിക്കാനും നമുക്ക് കഴിയട്ടെ.
ഗുബിയോയിലെ മെത്രാനായ വിശുദ്ധ യുബാൽഡോയുടെ ജീവിത സുഹൃതങ്ങളുടെ വഴികളിലൂടെ ഒരു തീർത്ഥയാത്ര അർത്ഥപൂർണമാണ്. ഗുബിയോയിലെ മെത്രാനായിട്ട് എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം തന്നെ അദ്ദേഹം നിയമിതനാകുന്നതിന് ഇടയാകുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം മാർപ്പാപ്പയോട് അപേക്ഷിക്കുന്നുണ്ട്, ആ സ്ഥാനം എനിക്ക് തരരുത്, ഞാനൊരു സന്യാസിയായി പ്രാർത്ഥനയുടെ ഏകാന്തതയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ആദ്യം അത് മാർപ്പാപ്പ സമ്മതിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഏറെ കഴിയാതെ തന്നെ അദ്ദേഹം അതുപോലെ തന്നെ വീണ്ടും നിയുക്തനാവുകയും ഗുബിയോയിലെ മെത്രാനായിട്ട് വാഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അധികാരത്തിൻ്റെ വഴിയിൽ നിന്നും മാറി നടക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് വിശുദ്ധ യുബാൽഡോ. അധികാരത്തിൽ വല്ലാത്തൊരു ഉന്മത്തതയും ലഹരിയും കണ്ടുമുട്ടുന്ന ആധുനിക ലോകത്തിന് മുമ്പിൽ അതിശക്തമായൊരു വെല്ലുവിളിയാണ് യുബാൽഡോ ഉയർത്തുന്നത്. യുബാൽഡോ മെത്രാൻ്റെ 31 വർഷങ്ങൾ പിന്നിടുന്ന ശുശ്രൂഷയുടെ ജീവിതം ഗുബിയോയുടെ ജീവിത ചരിത്രത്തിൻ്റെ വഴികളിൽ ഗുബിയോ രൂപതയിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന് തന്നെ ഇടയാക്കിയെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. യുബാൽഡോ അധികാരത്തെ കണ്ട വിധം, വിശുദ്ധൻ്റെ ജീവിതത്തിൽ അത് പരിപൂർണ ശുശ്രൂഷയാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ വഴികൾ, അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം വലിയൊരു വ്യക്തമായ ഒരു ബോധ്യത്തിലേക്കും ക്രൈസ്തവ ദർശനങ്ങളിലേക്കുമാണ് ഇന്നത്തെ ലോകത്തെ നമ്മെ ഓരോരുത്തരെയും എത്തിക്കേണ്ടത്. വിനീതനായിട്ട് ശാന്തനായിട്ട് ജീവിച്ച മനുഷ്യൻ 31 വർഷങ്ങൾ വിനീതനും ശാന്തനുമായിട്ട് തൻ്റെ അജപാലന നേതൃത്വത്തിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു എന്ന നിലയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. യുബാൽഡോയുടെ ജീവിതം അത്ര കണ്ട് ശാന്തമായിരുന്നു, അത്രമാത്രം വിനീതമായിരുന്നു. ഈശോ പറയുന്നുണ്ട്, വിനീത ഹൃദയനും ശാന്തശീലനുമായ എന്നിലും നിങ്ങൾ പഠിക്കുക, എൻ്റെ നുകം വഹിക്കുക. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ നൽകുന്നതാണ്, എന്നിലും നിങ്ങൾ പഠിക്കണം. വിനീത ഹൃദയനും ശാന്തശീലനുമാകിയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കാരണം എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ലഘുവുമാണ്. അവിടുന്ന് തന്നെ തന്നെക്കുറിച്ച് പറയുന്നത് വിനീത ഹൃദയനാണ്, ശാന്തശീലനാണെന്നാണ്. ഈശോയുടെ വിനീത ഭാവവും ശാന്തതയും അതാണ് ഈശോയെ വളരെ വ്യക്തമായ രീതിയിൽ നേതൃത്വത്തിൻ്റെ വഴിയിലൂടെ നയിച്ചുകൊണ്ട് പോയത് എന്ന് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വിനയവും ശാന്തതയും ക്ഷമയും എല്ലാം ഒരുമിച്ച് കൈകോർത്ത് യാത്ര ചെയ്യുന്ന സുഹൃതങ്ങളാണ്. അവിടുത്തെ ശാന്തതയിൽ നിന്ന് പഠിക്കുക, അവിടുത്തെ ഹൃദയത്തിൻ്റെ ശാന്തത, അതാണ് മുഖ്യം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ ഒരു സുഹൃതജപം തന്നെയാണ്. എൻ്റെ ഹൃദയവും അങ്ങനെ തന്നെ ആക്കണമേ എന്ന പ്രാർത്ഥന. ഈ ഹൃദയശാന്തത ഹൃദയത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. പിതാവുമായിട്ടുള്ള വലിയ ബന്ധം, ഈശോയ്ക്ക് പിതാവുമായി ഉണ്ടായിരുന്ന അഭേദ്യമായ ബന്ധം, സത്തയിൽ പിതാവിനോട് സമനായിരുന്നവനേക്കാൾ വലിയ ബന്ധം പിതാവിനോട് മറ്റാർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് യഥാർത്ഥ ശാന്തത പുറപ്പെടുന്നത്. ശാന്തത മനോഹരമായ ഒരു സത്യമാണെങ്കിലും ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശാന്തതയുടെ ചിത്രം വരയ്ക്കാൻ ഇടയായ ഒരു സാഹചര്യം, ശ്രദ്ധേയമായൊരു സംഭവം നമുക്ക് ഒരുപക്ഷെ കേട്ടിരിക്കും. ഏറ്റവും മഹത്തായ ചിത്രം വരയ്ക്കുന്നവർക്ക് വലിയൊരു സമ്മാനം, ലോകപ്രസിദ്ധമായൊരു ചിത്രരചനാ മത്സരം നടക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ചിത്രങ്ങൾ, അമ്മയും കുഞ്ഞും എന്നല്ല വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളൊക്കെ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള ചിത്രകാരന്മാർ രചിച്ചു. പക്ഷേ സമ്മാനാർഹമായ ചിത്രം മറ്റൊന്നുമായിരുന്നില്ല, ഒരു യുദ്ധാനന്തര ഭൂമിക. തകർന്ന് താറുമാറായ പ്രദേശങ്ങൾ, എല്ലാം പൊട്ടിത്തകർന്നും കത്തിക്കരിഞ്ഞും കിടക്കുന്ന വല്ലാത്ത വികൃതമായ സാഹചര്യങ്ങൾ. കത്തിക്കരിഞ്ഞുണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ ചില്ലയുടെ മുകളിൽ ഏകനായി ശാന്തനായി വിശ്രമിക്കുന്ന ഒരു കൊച്ചു കുരുവിയുടെ ചിത്രം, അതിനടിയിലൊരു കുറിപ്പും ശാന്തത. ഇതായിരുന്നു അവാർഡിന് അർഹമായ ചിത്രമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ശാന്തതയെന്ന് പറയുന്നത് അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ഉറവയാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പാകത്തിലുള്ള ഹൃദയത്തിൻ്റെ ഒരു തികവിൽ നിന്നും കടന്നു വരുന്ന ഒരു പ്രത്യേക വിശ്വാസത്തിൻ്റെ ഗുണമാണ് ശാന്തത. ശാന്തത മനുഷ്യനെ, മറ്റുള്ളവരെ ശരിയാവണ്ണം നയിക്കാനുള്ള വലിയൊരു ശക്തിയും സിദ്ധിയുമായിട്ട് മാറുന്നുണ്ട്. ഈശോ കടലിനെ ശാന്തമാക്കുന്ന രംഗം വളരെ ശ്രദ്ധേയമാണ്.
മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഒക്കെ ഇത് വ്യക്തമാണ്. ശിഷ്യന്മാരോട് ഈശോ പറയും, നമുക്ക് മറുകരയ്ക്ക് പോകാം ഒരു സായാഹ്നത്തിൽ. അവരൊത്തിരി അധ്വാനിച്ച് മടുത്ത് ക്ഷീണിതനായ ഈശോ വള്ളത്തിൽ കയറി ഇരുന്നപ്പോൾ തന്നെ തലയിണ വെച്ച് ഉറങ്ങാൻ ആരംഭിച്ചു. വഞ്ചി നടുക്കടലിലെത്തി കഴിഞ്ഞപ്പോൾ ഗലീലിയ കടലിൽ വല്ലാത്ത ഓളങ്ങൾ, അതിശക്തമായ തിരമാലകൾ അടിച്ചുയർന്നു. ശക്തമായ കൊടുങ്കാറ്റ്, അതിശക്തമായ കൊടുങ്കാറ്റും തിരമാലകളും കടലിൽ പരിചയമുള്ള മുക്കുവന്മാരാണെങ്കിലും ശിഷ്യന്മാരെ എല്ലാം വല്ലാതെ പരിഭ്രാന്തരാക്കി. അവർ നിലവിളിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണം. ഈശോ ഉണർന്നു. ശാന്തത കൈവടിയാതെ അവൻ ഉണർന്നിട്ട് കടലിനോട് പറഞ്ഞു, കാറ്റുകളോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. എല്ലാം അടങ്ങി ശാന്തമായി. എല്ലായിടത്തും പരിപൂർണ ശാന്തത. ഈ ഒരു ശാന്തത അവൻ്റെ ഹൃദയത്തിൽ നിന്നും പൊട്ടിയൊഴുകുന്നതാണ്. ഉള്ളിൻ്റെ ശാന്തതയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ കടലിനെയും തിരകളെയും എല്ലാത്തിനെയും ശാന്തമാക്കുന്നത്. ഉള്ളിൻ്റെ ശാന്തതയിൽ നിന്നാണ് ചുറ്റുവട്ടങ്ങളിലേക്ക് ശാന്തത പ്രസരിക്കുന്നത്. തിരിച്ചും സംഭവിക്കും. ഉള്ളു പ്രക്ഷുബ്ധമാണെങ്കിൽ, കലഹം നിറഞ്ഞതാണെങ്കിൽ, അസ്വസ്ഥമാണെങ്കിൽ സ്വാഭാവികമായും അസ്വസ്ഥതയും വെറുപ്പും കോപവും എല്ലാം പുറത്തേക്ക് പൊട്ടിയൊഴുകും. അതൊരു അശുദ്ധജലം പോലെ ചുറ്റുപാടുകളെ വികൃതമാക്കും. മലിനജലം പോലെ അത് ചുറ്റുവട്ടങ്ങളിൽ ദുർഗന്ധം വ്യാപിക്കുന്നതിനിടയാക്കും. നമ്മുടെയൊക്കെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റങ്ങളിലൂടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലേക്ക് ഈ തിന്മ പ്രസരിക്കുന്നത്, അശുദ്ധി വ്യാപിക്കുന്നത്, ദുർഗന്ധം വമിക്കുന്നത് ഉള്ളിൽ ശാന്തതയുടെ വലിയ ഗുണമില്ലാത്തത് കൊണ്ടാണ്, വിശുദ്ധിയുടെ പരിമളമില്ലാത്തത് കൊണ്ടാണ്. ശാന്തതയും വിശുദ്ധിയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട് എന്നുള്ളതാണ് സത്യം. ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന വലിയ പുണ്യവാൻ മെത്രാനായിരുന്നു അദ്ദേഹം. ഈ വലിയ വിശുദ്ധൻ കോപിഷ്ഠനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്ഷിപ്രകോപി എന്ന് പറയാവുന്ന വിധം പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം തീരുമാനിച്ചു ഈ കോപത്തെ കീഴടക്കുക തന്നെ. അതിനുവേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു, കഠിനാധ്വാനം ചെയ്തു. നീണ്ട 18 വർഷങ്ങൾ കോപശീലത്തിനെതിരെയുള്ള അധ്വാനത്തിൻ്റെ ഫലമായി കഠിനമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ പരിപൂർണമായിട്ടും കോപത്തിൽ നിന്ന് ഈ പുണ്യവാൻ അകന്നു നിന്നു. ശാന്തതയുടെ അടയാളമായിട്ട് മാറി. ശാന്തത എന്ന് പറയുന്നത് മധുരിക്കുന്ന തേനാണെന്നാണ് തിരുവചനം പറയുന്നതും ഒപ്പം അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതും. ഈ ഒരു വലിയ ചിന്തയാണ് അദ്ദേഹത്തെ, ഒരുപക്ഷെ ഫ്രാൻസിസ് ഡി സെയിൽസിനെയും ഈ ശാന്തതയുടെ ഗുണം കൊണ്ടാണ് വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് ഉയരാനിടയായത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെയായിരുന്നു നമ്മൾ തിരിച്ചറിയുന്നു. യുബാൾഡോയുടെ ജീവിതത്തിലും കാണുന്ന അനിതര സാധാരണമായ ശാന്തത അതൊക്കെ തന്നെയാണ്. ശാന്തതയും അതുപോലെ പ്രതികാരവും കോപവും ഒക്കെ തമ്മിലുള്ള ബന്ധം, ക്ഷമ, ശാന്തത, വിനയം, ഇതൊക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. മദർ തെരേസായുടെ ജീവിതത്തിലൊരു സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടാവും. മദറിനെ വളരെയധികം ആക്ഷേപിച്ചുകൊണ്ട് മദർ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പാവങ്ങൾക്ക് വേണ്ടി കൈ നീട്ടിയപ്പോൾ ആ കൈക്കുമ്പിളിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ആക്ഷേപിക്കുന്ന ധനികനായ മനുഷ്യനോട് ഒരു വാക്ക് പോലും മറുത്തു പറയാതെ എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരാമോ എന്ന് കെഞ്ചി ചോദിക്കുമ്പോൾ പണപ്പെട്ടിയുടെ താക്കോലെടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന സംഭവം നമ്മുടെയൊക്കെ മനസ്സിൽ കിടപ്പുണ്ട്. ചരിത്രത്തിൽ ലിഖിതമാക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണല്ലോ അതൊക്കെ. ശാന്തത കൊണ്ടൊരു മനുഷ്യനെ, അവൻ്റെ ഹൃദയത്തെ, അവൻ്റെ ജീവിത ചെയ്തികളെ പോലും മാറ്റിയെടുക്കുകയാണ്. മദറിൻ്റെ ശാന്തതയുടെ മനോഹരമായൊരു ഏട് ഒരു വ്യക്തിയുടെ ജീവിതത്തെയല്ല, ഒരുപാട് ജീവിതങ്ങളെയാണ് മനസ്സാന്തരപ്പെടുത്തുന്നത്, മാറ്റിയെടുക്കുന്നത്. ശാന്തത അസാധാരണമായൊരു സുഹൃതമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിനുവേണ്ടി തീക്ഷ്ണമായി അധ്വാനിക്കുവാൻ, ആത്മാർത്ഥമായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ക്ഷമ സ്വാഭാവികമായിട്ടും ശാന്തതയുമായിട്ട് ചേർന്ന് പോകുമല്ലോ. പലപ്പോഴും എത്ര നിസ്സാര കാര്യത്തിനാണ് നമ്മളൊക്കെ പൊട്ടിത്തെറിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇഷ്ടമുള്ളതുപോലൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വലിയ വൈരാഗ്യവും വെറുപ്പും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഗതികേടിലേക്ക് പലപ്പോഴും മനുഷ്യജീവിതങ്ങൾ മാറുന്നുണ്ട്. ഓർക്കുന്നുണ്ടൊരു സംഭവം. അയലത്തെ പറമ്പിൽ കല്ല് പൊട്ടിക്കുന്നതിനിടയിൽ തെറിച്ചു വീണ ഒരു കല്ല് ഇപ്പുറത്തെ തൊടിയിൽ വന്ന് വീണു, വീട്ടുമുറ്റത്ത് വീണു. നിസ്സാരമായ ഒരു കാരണം, അതിൻ്റെ പേരിൽ വാക്കേറ്റം, അതിൻ്റെ പേരിൽ ശക്തമായ ചില വഴക്കുകളും, അനന്തരം അവസാനം ഒരു കത്തിക്കുത്തിൽ ഒരു ജീവിതം പൊലിഞ്ഞപ്പോൾ അവിടെ തീർന്നു. ഒരു കഷണം കല്ലടുത്ത പറമ്പിലേക്ക് തെറിച്ചു വീണതിൻ്റെ പേരിൽ ഒരു ജീവിതം പൊലിഞ്ഞത്രേ. ഒന്ന് ക്ഷമിക്കാൻ പറ്റാഞ്ഞിട്ട്, ഒന്ന് മറക്കാൻ പറ്റാഞ്ഞിട്ട്, ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റാഞ്ഞിട്ട്, ഇത്തിരി ശാന്തതയുടെ സുഹൃതം ഇല്ലാതെ പോയതിൻ്റെ പേരിൽ ഒരു കുടുംബം അനാഥമായി തീർന്നു. ഒരുപാട് കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് വീണു.
ഒത്തിരി മനുഷ്യരവിടെ പൊട്ടിക്കരഞ്ഞു. എത്ര ജീവിതങ്ങൾ ഇങ്ങനെ തകരുന്നു ഈ ആധുനിക ലോകത്തിൽ. ഇത് ഒരു യുദ്ധമാണ്. ഹൃദയത്തിൽ ആരംഭിക്കുന്ന യുദ്ധം ശാന്തത നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ ഇത് തുടങ്ങുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടയിലുണ്ടാകുന്ന കലഹം ചിലപ്പോൾ അവർക്കത് കൊച്ചു കാര്യം, അവർ കലഹിക്കുന്നു. ഈ കലഹം ചില സമയങ്ങളിൽ മാതാപിതാക്കൾ ഏറ്റുവാങ്ങുന്നു. കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളും കളിക്കിടയിലെ കൊച്ചു കലഹങ്ങളും മാതാപിതാക്കൾ ഏറ്റുവാങ്ങുന്നു. അവിടെ അത് ശക്തമായ വഴക്കിലേക്ക് നീങ്ങുന്നു. കുടുംബങ്ങൾ അകലുന്നു. മാതാപിതാക്കൾ പിന്നെ കണ്ടാലും മിണ്ടാത്ത അവസ്ഥയിലെത്തും. കുഞ്ഞുങ്ങളോ ആ കളി കഴിഞ്ഞ് അടുത്ത കളിക്ക് അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കും. അവർക്കത് സന്തോഷം. അതെല്ലാം നിസ്സാരമായി കരുതുന്നു. ഈ ശിശു ഹൃദയത്തിലേക്ക് നമ്മൾ വളരണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ് ശിശുവിനെ പോലെ ആകണമെന്ന് പറയുമ്പോൾ ഈശോ അർത്ഥമാക്കുന്ന ആ ഒരു സാധ്യത. ശിശുവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരായിരിക്കുക, ശിശുവിനെ പോലെ ശാന്തതയുള്ളവരായിരിക്കുക, ശിശുവിനെ പോലെ ആശ്രയബോധമുള്ളവരായിരിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം ലഭ്യമല്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ശിശുവിനെ പോലെ ക്ഷമിക്കാൻ പറ്റുന്ന അവസ്ഥ, മറക്കാൻ പറ്റുന്ന അവസ്ഥ. എത്ര പെട്ടെന്നാണ് കുഞ്ഞുങ്ങൾക്ക് മറക്കാൻ പറ്റുന്നത്! എത്ര നിസ്സാരമായിട്ട് അവർ കാര്യങ്ങൾ ക്ഷമിക്കും. പക്ഷെ നമുക്കൊക്കെ നമ്മളെല്ലാത്തിനെക്കുറിച്ചും റീസൺ ഔട്ട് ചെയ്യും. ഒരു കാര്യവുമില്ലാതെ വാശിയും വൈരാഗ്യവും വളർത്തിയെടുക്കും. അങ്ങനെ അത് വലിയ ഭൂകമ്പമായിട്ട് പൊട്ടിത്തെറിക്കും. ഇതാണ് ഗതികേട്. അതുകൊണ്ട് ഈ ഒരു ശാന്തതയുടെ, വിനയത്തിൻ്റെ ഭാവങ്ങളിലേക്ക് വളരാൻ നമുക്ക് കഴിയണം. പുണ്യവാനായ യുവാൾഡോ പഠിപ്പിക്കുന്ന ജീവിത സാക്ഷ്യമാണത്. ശാന്തത കൊണ്ടും വിനയം കൊണ്ടും ഒരുപാട് ഹൃദയങ്ങളെ കീഴടക്കാൻ പറ്റും. അധികാരം കൊണ്ടെന്നതിനേക്കാൾ എത്രയോ അധികം ജീവിതങ്ങളെ ശാന്തത കൊണ്ടും വിനയം കൊണ്ടും സ്വന്തമാക്കാനും കീഴടക്കാനും പറ്റും. ഒരു കുടുംബത്തിൽ ശാന്തതയുണ്ടെങ്കിൽ എന്തുമാത്രം സ്വാധീനമായിരിക്കും ആ വ്യക്തിക്ക് അവിടെയുള്ളത്. വിനയമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ എന്തുമാത്രം സ്വാധീനമായിരിക്കും ഉള്ളത്. പലപ്പോഴും അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കാർക്കശ്യഭാവങ്ങൾ സ്വീകരിക്കുകയും അടിച്ചമർത്തുന്ന ശൈലികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ചരിത്രം പറയും. ജീവിതത്തിൽ ഈ ഒരു വലിയ സുഹൃതം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളെ, നാം ജീവിക്കുന്ന ഇടങ്ങളെ മനോഹരമാക്കാൻ, അനുഗ്രഹീതമാക്കാൻ, അർത്ഥപൂർണമാക്കാൻ നമുക്ക് ശ്രമിക്കണം. യുബാൾഡോയുടെ ജീവിതം ശാന്തതയുടെ ജീവിതം, അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്, ക്ഷമയുടെ ജീവിതമാണ്. തന്നെ ഉപദ്രവിച്ചവനോട് നിരുപാധികം ക്ഷമിക്കാൻ സാധിക്കുന്ന ഈ മഹത് ജീവിതത്തിന് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം. പുണ്യവാനായ യുബാൾഡോ നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിച്ച വചനത്തിൻ്റെ ഒരു സാധ്യതയായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ഈ പുണ്യവാനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം അനുകരിക്കാനും ആത്മാർത്ഥമായി ഈശോയാകുന്ന ശാന്തതയിലേക്ക്, ഈശോ ആഗ്രഹിക്കുന്ന ശാന്തതയിലേക്ക്, ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ് എന്നെ അനുകരിക്കുക എന്ന് പറയുന്ന മിശിഹായുടെ ശാന്തതയിലേക്ക്, ക്ഷമയിലേക്ക്, വിനയത്തിലേക്ക് വളർന്നെത്താൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് മെഴിപൂട്ടി ദൈവസന്നിധിയിലേക്ക് ഹൃദയങ്ങൾ ഉയർത്താം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയ പുണ്യവാനായ യുബാൾഡോയെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യുബാൾഡോയുടെ ജീവിതത്തിൻ്റെ അനിതര സാധാരണമായ സുഹൃതങ്ങൾ, വലിയ ശാന്തതയും ക്ഷമയും വിനയവുമൊക്കെ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നാണല്ലോ സ്വീകരിച്ചത്. യുബാൾഡോ പിതാവ് ശാന്തശീലനും വിനീത ഹൃദയനുമായ അങ്ങയുടെ ഹൃദയത്തിൻ്റെ രുചി അനുഭവിച്ചറിഞ്ഞവനും അത് ജീവിച്ചവനുമായിരുന്നല്ലോ. ഈ പിതാവിൻ്റെ ജീവിത മാതൃക ഞങ്ങളുടെ ജീവിതത്തെയും സ്വാധീനിക്കട്ടെ. ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാണ്, എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ മുഖം വഹിക്കുകയും ചെയ്യുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നൊക്കെ പറയുന്ന അവിടുത്തെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തെയും സ്വാധീനിക്കട്ടെ. പലപ്പോഴും തമ്പുരാനെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഞങ്ങൾ പൊട്ടിത്തെറിക്കുകയും അനാവശ്യമായി കോപിക്കുകയും കലഹം ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഓർത്ത് അനുതപിക്കുന്നു. ഹൃദയത്തിന് ശാന്തത നഷ്ടപ്പെട്ട നിമിഷങ്ങളോർത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അശാന്തമായ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകളും ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളുമൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ചു, പലപ്പോഴും മുറിപ്പെടുത്തിയിട്ടുണ്ട്. തമ്പുരാനെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെ ആക്കിയാലും അങ്ങയുടെ ഹൃദയത്തിൻ്റെ വലിയ ശാന്തത അനുഭവിച്ചുകൊണ്ട് ആഴമായ വിശ്വാസത്തോടെ ജീവിക്കുവാൻ, ശാന്തതയോടുകൂടി എല്ലാത്തിനെയും സമീപിക്കുവാൻ, ജീവിത സാഹചര്യങ്ങളിലേക്ക് ക്ഷമയുടെ, ശാന്തതയുടെ, വിനയത്തിൻ്റെ
സാധ്യതകളായിട്ട് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, നല്ല ദൈവമേ, അവിടുത്തെ അനുഗ്രഹിക്കുന്ന വലങ്കൈ നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. പ്രക്ഷുബ്ധമായ കുടുംബങ്ങൾ, അസ്വസ്ഥമായ കുടുംബങ്ങൾ, അശാന്തമായ മനസ്സുകൾ എല്ലാവരെയും തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹിക്കുന്ന ശാന്തതയുടെ കരങ്ങൾ നീട്ടണമേ. കടലിനെ ശാന്തമാക്കി അടങ്ങുക, ശാന്തമാകുക എന്ന് തിരകളോട് കൽപ്പിച്ച അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളോട്, ഞങ്ങളുടെ ജീവിതങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട് അടങ്ങുക, ശാന്തമാകുക എന്ന് ആവശ്യപ്പെട്ടാലും അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.